രാജ്യത്ത് ഈ അടുത്ത സമയത്ത് നടന്ന രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ചുക്കാൻ പിടിച്ചത് RSS ആയിരുന്നു. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും BJP-ക്കാർക്ക് പോലും അമ്പരപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള വിജയമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും RSS BJP-ക്ക് നൽകിയത്. ഹരിയാനയിൽ ഒരിക്കലും ജയിക്കില്ല എന്ന് കരുതിയെടുത്ത് ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അട്ടിമറി വിജയം നേടാൻ BJP-ക്ക് കഴിഞ്ഞു. മഹാരാഷ്ട്രയിൽ റെക്കോർഡ് വിജയത്തിലേക്ക് BJP എത്തിക്കാനും RSS-ന്റെ വലിയ പ്രചരണത്തിന് കഴിഞ്ഞിരിക്കുന്നു. ആ പ്രചരണ വിഭാഗം തന്നെയായിരുന്നു ദില്ലി തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിക്കുന്നതും. ദില്ലി പ്രചരണത്തിൽ ഉടനീളം അവർ മുൻപോട്ട് പോകുന്നു. ഇപ്പോൾ BJP നടത്തിയ ആഭ്യന്തര സർവേയുടെ ഫലം പുറത്തു വരുമ്പോൾ BJP-ക്ക് 70 അംഗ ദില്ലി നിയമസഭയിൽ 36+, അതായത് 36-ലധികം സീറ്റ് നേടുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കഴിഞ്ഞ 3 ടേമായി പുറത്തിരിക്കുന്ന ഗ്യാലറിയിലിരിക്കുന്ന BJP സംബന്ധിച്ച് ഇതൊരു വലിയ പ്രതീക്ഷ തന്നെയാണ്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 62 സീറ്റ് നേടിക്കൊണ്ട് മൃഗീയമായ ഭൂരിപക്ഷത്തോടാണ് ആം ആദ്മി പാർട്ടി ദില്ലിയിൽ അധികാരം പിടിച്ചത്. BJP-ക്ക് കേവലം 8 സീറ്റുകൾ മാത്രമായിരുന്നു. ഇത്തവണ ഏത് വിധേനയും അധികാരം പിടിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു BJP-യുടെ ലക്ഷ്യമെങ്കിലും അതിനുവേണ്ടി കളത്തിലിറങ്ങിയത് RSS ആയിരുന്നു. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അവർ കാണിച്ച മാജിക്ക് ഇപ്പോൾ ദില്ലിയിലും നടക്കുന്നു എന്നാണ് BJP-യുടെ ആഭ്യന്തര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദില്ലിയിൽ നമുക്കറിയാം BJP-ക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല, മുഖ്യമന്ത്രി മുഖമില്ല, ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടിയല്ല അവിടുത്തെ പ്രചരണം നടക്കുന്നത്. RSS-ന്റെ ശക്തമായ മിഷനറിയിൽ വിശ്വസിച്ച് മാത്രം മുൻപോട്ട് നീങ്ങുന്ന ഒരു പാർട്ടിയായി BJP ദില്ലിയിലേക്ക് മാറുമ്പോൾ അവിടെ BJP-ക്ക് വലിയ വിജയം തന്നെയാണ് ഈ സർവേകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.